എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ും ഉൾക്കരുത് മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. നിയമസഹായം വേണമെന്ന് പ്രതിക്ക് കോടതി അഭിഭാഷകനെ അനുവദിച്ചു. പ്രതിക്കെതിരെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് പോലീസ് കോടതിയിൽ. ജിഷ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് DGP. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാനാകൂ. Some of the facts which are required to be told to the public and to the media will tell. That is how I have been taught. പോലീസ് കഥകളിൽ വിശ്വാസമില്ലെന്ന് ജിഷയുടെ പിതാവ്. കുളിക്കടവിലെ വഴക്കിന്റെ കഥ വിശ്വസനീയമല്ലെന്ന് നാട്ടുകാർ. ഗോൾബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ 11 പ്രതികൾക്ക് ജീവപര്യന്തം, 12 പ്രതികൾക്ക് 7 വർഷം, ഒരു പ്രതിക്ക് 10 വർഷം തടവ്. കൂട്ടക്കൊല പരിഷ്കൃത സമൂഹത്തിലെ ഇരുണ്ട മനസ്ഥിതി എന്ന് കോടതി. അപ്പീൽ പോകുമെന്ന് എഹ്സാൻ ജഫ്രിയുടെ കുടുംബം. മോദിക്കേറ്റ പ്രഹരമെന്ന് കോൺഗ്രസ്. പാർട്ടി ഘടനയിൽ സമൂല മാറ്റം നിർദ്ദേശിച്ച് കോൺഗ്രസ് നയരേഖാ സമിതി. കേഡർ സ്വഭാവത്തിലേക്ക് മാറണമെന്ന് VD സതീശൻ സമിതി. ഇത്തവണ ഞാനാണ് ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ആ സ്ഥാനത്ത് തുടരും. പ്രതിപക്ഷ നേതാവ് തന്നെ UDF ചെയർമാനുമാകുമെന്ന് രമേശ് ചെന്നിത്തല. പദവി വേണ്ടെന്ന് ഉറപ്പിച്ച് ഉമ്മൻചാണ്ടി. യൂറോകപ്പിൽ സ്വീഡനെതിരെ ഇറ്റലിക്ക് ജയം. അവസാന മിനിറ്റിൽ വിജയ ഗോൾ നേടിയത് എഡർ മാർട്ടിനസ്. Good run from Eder. Can he go all the way here? Well, you bet he can. കോപ്പ അമേരിക്കയിൽ US സെമി ഫൈനലിൽ ഇക്വഡോറിനെ 1-2 ഗോളുകൾക്ക് തകർത്തു. ജിഷ കൊലക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ 14 ദിവസത്തേക്ക് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ അന്വേഷണ സംഘം കോടതിയിൽ പിന്നീട് സമർപ്പിക്കും. പ്രതിക്കെതിരെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. പ്രതിയെ കാക്കനാട് സബ് ജയിലിൽ അടച്ചു. വൈകിട്ട് 4:30 പ്രതിയുമായി അന്വേഷണ സംഘം കനത്ത സുരക്ഷാ വലയത്തിൽ പെരുമ്പാവൂർ കോടതിയിലെത്തിയത്. പശ്ചിമബംഗാൾ സ്വദേശി ലിപ്റ്റൺ എന്ന യുവാവിനെ ദ്വിഭാഷാ സഹായത്തിനായി കോടതിയിൽ എത്തിച്ചിരുന്നു. പോലീസ് മർദ്ദിച്ചോ എന്ന മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു പ്രതിയുടെ മറുപടി. മറ്റേതെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചപ്പോൾ അഭിഭാഷകന്റെ സഹായം പ്രതി ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിച്ച കോടതി പ്രതിയുടെ അഭിഭാഷകനായി P. രാജനെ നിയമിച്ചു. പ്രതിയെ തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കണമെന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അപേക്ഷ കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് പ്രതിയെ ഈ മാസം 30 വരെ റിമാൻഡ് ചെയ്തത്. തുടർന്ന് ഇയാളെ അതീവ സുരക്ഷയിൽ കാക്കനാട് സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. അമീറുൽ ഇസ്ലാമിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അടുത്ത ദിവസം തന്നെ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പ്രതിയെ എത്രയും വേഗം കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങളുമായാണ് പോലീസ് ഇനി മുന്നോട്ട് പോവുക. നിരവധി ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായ മറുപടികൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ അഭിലാഷ് KS-നൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ശ്രീമതി ബിന്ദു കൃഷ്ണ കോൺഗ്രസ്, ശ്രീമതി TN സീമ CPIM, ശ്രീ NC മോഹനൻ CPIM പെരുമ്പാവൂർ നേതാവ്, VV രാജേഷ് BJP നേതാവ്, ഒപ്പം അഡ്വക്കേറ്റ് TB മിനിയെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിൻ്റെ ഈ സംഭവം സംബന്ധിച്ച ഭാഷ്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാടിൽ, താങ്കളുടെ വീക്ഷണത്തിൽ ഈ കൊലപാതകത്തെക്കുറിച്ച് പോലീസ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമാണോ? അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പോലീസ് അത് വ്യക്തത വരുത്തുക ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ പ്രതിയല്ല ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ തരമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ വളരെ ശാസ്ത്രീയമായി കൃത്യമായ അവലോകനത്തിലൂടെ ആ ശാസ്ത്രീയ തെളിവുകളുടെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രതിയുടെയും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ജിഷയുടെയും ശരീരവുമായി ഒത്തുപോകുന്നതാണെന്നുള്ള വളരെ കൃത്യമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാ തെളിവുകളും അത് സംബന്ധിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം നാട്ടുകാർ പ്രകടിപ്പിച്ചതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും പല കോണുകളിൽ നിന്നും പ്രത്യേകിച്ചും പോലീസ് വളരെ കൃത്യമായൊരു വിശദീകരണം നൽകാത്ത സാഹചര്യത്തിൽ അത് നൽകുന്നത് വരെ ചെറിയ ചെറിയ അറിവുകൾ മാത്രമേ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുള്ളൂ. അതുകൊണ്ട് അത് കൂടുതൽ വ്യക്തത വരുന്നത് വരെ ആ കാര്യങ്ങൾ വിശദമായി പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ കേസിന്റെ ആദ്യ ഘട്ടം മുതൽ ഇപ്പോൾ വരെയുള്ള ഓരോ കാര്യവും പരിശോധിക്കുന്നത്, നമ്മളെല്ലാവരും പുറത്തുനിന്നത് കാണുകയും കേൾക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് കാര്യത്തിൽ സംശയത്തിന്റെ അടിസ്ഥാനമുണ്ട് എന്ന് തോന്നുന്നില്ല. സംശയാതീതമാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ശ്രീമതി TN സീമ, വലിയ രാഷ്ട്രീയ വിവാദം കൂടി ആയ വിഷയമാണ്. പോലീസ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു.
ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ കേസിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ശേഖരിച്ച ശാസ്ത്രീയമായ തെളിവുകൾ, അതായത് DNA സാമ്പിളുകളാണ് ഈ കേസ് തെളിയിക്കുന്നതിൽ അങ്ങേയറ്റം നിർണായകമായത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ വീഴ്ചയെ വിമർശിച്ചു എങ്കിൽ അന്ന് ആ സാമ്പിളുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച പറ്റിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ രീതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ലായിരുന്നു എന്ന ബോധ്യം ഇപ്പോഴുണ്ടല്ലോ. മുൻപ് രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പിൻവലിക്കുന്നു പോലീസിനെ സംബന്ധിച്ച്. ഇല്ല, അത് പോലീസിനെ സംബന്ധിച്ച് ഉന്നയിച്ചത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളല്ല. ജിഷയുടെ കൊലപാതകം നടന്ന ദിവസം, അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഇൻക്വസ്റ്റ് തയ്യാറാകുന്ന സമയത്ത് RDO ഉണ്ടാകണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും RDO ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഉച്ചവരെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് RDOയുടെ ഒരു സാന്നിധ്യത്തിലല്ല. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അവിടെ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ട ആ ദിവസങ്ങളിൽ പോലീസിൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്ന് ഈ സംഭവം ഉണ്ടായിട്ട് ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാര് പഞ്ചായത്ത് ADM-നെ അറിയിക്കുന്ന സമയത്താണ് അദ്ദേഹം വഴിയാണ് അവന്റെ ജില്ലാ കളക്ടർ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ മൊത്തത്തിൽ ഈ കൊലപാതകത്തെ സംബന്ധിച്ച്, അതും ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ അതിക്രൂരവും ഭയപ്പാടുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഒരു ലാഘവത്തോടു കൂടിയിട്ടുള്ള സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. അതൊരു രാഷ്ട്രീയമായ ആക്ഷേപമല്ല, അതൊരു ആശങ്കയുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. കാരണം ഇത്തരമൊരു കൊലപാതകം നടന്നാൽ അത്തരം ആ മൃതദേഹത്തിൽ നിന്ന്, കാരണം ആ സമയത്ത് നമുക്ക് കാരണമേ അറിഞ്ഞുകൂടാ, ഈ മുറിവുകളുടെ വല്ലാത്തൊരു ഭീകരതയുള്ള ഒരു ഘട്ടത്തിൽ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് ആശങ്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആ മൃതദേഹം ദഹിപ്പിക്കുവാൻ അന്ന് തന്നെ ദഹിപ്പിക്കുവാൻ കാണിച്ച തിടുക്കം, ഒരുപക്ഷെ ബന്ധുക്കളുടെ എല്ലാം തന്നെ നിർദ്ദേശപ്രകാരം അവരും ഈ ശരീരം ഇനി വെച്ചോണ്ടിരിക്കരുത് എന്നുള്ളൊരാഗ്രഹം, കാരണം അത് അളിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പൊ പക്ഷെ എങ്കിൽ പോലും അതിൽ ഒരു ശ്രദ്ധക്കുറവ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. കാരണം വല്ലാതെ ഇരുട്ട് തളർപ്പുന്ന ഒരു സന്ദർഭം വന്നിരുന്നു. ഇന്നിപ്പോൾ ഈ ശാസ്ത്രീയമായ, തീർച്ചയായിട്ടും കേരളത്തിന്റെ പോലീസ് സംഘത്തെക്കുറിച്ച്, പോലീസിന്റെ വൈദ്യത്തെക്കുറിച്ചൊന്നും നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു കൊലപാതകത്തിന്റെ അതിന്റെ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് അതിന്റെ പ്രതിയിലേക്ക് എത്തുവാനായിട്ട് വന്നിട്ടുള്ളൊരു കാലതാമസം കേരള സമൂഹത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കിയ ഒരു കാലമാണ്. അപ്പൊ ഇന്നിപ്പോ തെളിവുകളെ, അതിന്റെ ശാസ്ത്രീയത, അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈ പുതിയ ടീമിന് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും നേരത്തെ ശേഖരിച്ച തെളിവുകൾ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെയുള്ള പോലീസുകാരെല്ലാം മോശക്കാര്, ഇപ്പോഴാണ് നല്ല ആളുകൾ വന്നത് എന്ന നിലയിലല്ല. പക്ഷെ ഈ ടീം വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ഇതിലേക്ക് എത്തുന്നതിനായിട്ട്, നിഗമനങ്ങളിലേക്ക് എത്തുന്നതിന് സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ പരക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ നമുക്കറിയാം. അപ്പൊ അത്തരം എല്ലാ കഥകളും നമുക്ക് പോലീസിന്റെ ഈ തെളിവുകൾ വെച്ചുകൊണ്ട് പോലീസിന് അതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി പോലീസ് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്താണ് ഇതിന്റെ മോട്ടീവ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദയവായി തുടരുക TN സീമ. ശ്രീ VV രാജേഷ്, ജിഷയുടെ മുതുകിലെ കടിയുടെ പാടിൽ നിന്ന് കിട്ടിയ DNA സാമ്പിളും പ്രതി അമീർ ഉസ്ലാമിൻ്റെ DNA സാമ്പിളും തമ്മിൽ മാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി വേറെ ഒരാളാണ് കൊല ചെയ്തത് എന്ന വാദം നിലനിൽക്കുകയില്ല, ശാസ്ത്രീയമായ തെളിവുണ്ട്. അപ്പോൾ ഇയാൾ ഒരു ഉപകരണമായിരുന്നു, ഇയാൾ യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ കൊട്ടേഷൻ ഗുണ്ടയായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്നതും ആകാം. അങ്ങനെയുള്ള ഒരു പത്രസമ്മേളനത്തിൽ ജിഷയുടെ പിതാവ് പാപ്പുവിനൊപ്പം ഇരുന്നത് താങ്കളുടെ പാർട്ടിയുടെ നേതാവായ PM വേലായുധനായതുകൊണ്ട് ചോദിക്കുകയാണ്, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാം എന്നൊരു താല്പര്യം BJPക്ക് ഇക്കാര്യത്തിലുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല അഭിലാഷ്. പ്രതി ഇപ്പോൾ പിടികിട്ടിയ ആൾ തന്നെയാണ് എന്നുള്ള ഇന്നലെ ഇതേ ചാനലിൽ ഞാൻ എടുത്ത നിലപാട്, ഞങ്ങൾ ആ നിലപാട് തന്നെ അതുതന്നെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു, ആ നിലപാട് തന്നെ ഞാൻ ആവർത്തിക്കുന്നു. എന്നാൽ ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത BJPയുടെ ഭാരവാഹിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ പ്രതി തന്നെ ആയിരിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകളെ നമ്മൾ മാനിക്കുമ്പോൾ തന്നെ, ആ മോട്ടീവും അതോടൊപ്പം തന്നെ പോലീസ് പറഞ്ഞ ബാക്കിയുള്ള കഥകളും അത്ര അങ്ങ് വിശ്വാസയോഗ്യമാകുന്നില്ല. എനിക്ക് ഇന്ന് കിട്ടിയ 1-2 വിവരങ്ങൾ പറയാം. ഒന്ന്,
ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പെരുമ്പാവൂരിലേക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ ആംബുലൻസ് എത്തിയത്. ആ സമയം ഒരു ആംബുലൻസിന് ആലപ്പുഴ നിന്നും പെരുമ്പാവൂരിലെത്താൻ ആ സമയം മതിയാകും. ഞാനത് അതിശയോക്തി കാണുന്നില്ല. എന്നാൽ ആ ആംബുലൻസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും കൊല്ലപ്പെട്ട ജിഷയുടെ അച്ഛൻ്റെ സഹോദരി പാപ്പുവിൻ്റെ സഹോദരി കയറിയിരുന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോഴേക്കും മൃതശരീരത്തിൻ്റെ രൂക്ഷമായ ഗന്ധം കാരണം അവർ ഒമിറ്റ് ചെയ്യുകയും ഇറങ്ങി ആംബുലൻസിൻ്റെ മുൻഭാഗത്തിരിക്കുകയും ചെയ്തു. ആ സമയത്ത് നിരവധി ടെലഫോൺ കോളുകൾ ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർക്ക് വന്നിരുന്നു. സംസാരത്തിൽ നിന്ന് അവർക്ക് വ്യക്തമായത് ആംബുലൻസ് ഒരിടത്തും നിർത്തരുത്, വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നേക്കൂ, ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് മറുഭാഗത്ത് നിന്ന് സംസാരിച്ചതെന്നാണ് പാപ്പുവിൻ്റെ സഹോദരി പറഞ്ഞത്. ആ പാപ്പുവിൻ്റെ സഹോദരിയുടെ മൊഴിയെടുക്കുകയും ഒപ്പം ആംബുലൻസ് 25-ൽ പരം ടെലഫോൺ കോളുകൾ ആലപ്പുഴയ്ക്കും പെരുമ്പാവൂരിനും ഇടയ്ക്ക് ആംബുലൻസ് ഡ്രൈവർക്ക് വന്നിരുന്നു. ആംബുലൻസ് ഡ്രൈവറുടെ ടെലഫോൺ പരിശോധിക്കണം, അയാളെ ചോദ്യം ചെയ്യണം. മറ്റൊന്ന്, മകൾ കൊല്ലപ്പെട്ട അമ്മയുടെ വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, ആ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തണം. ഒളിക്യാമറ വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ മൊഴി രേഖപ്പെടുത്തണം. ഇന്ന് കുളിക്കടവിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. കുളിക്കടവിൽ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പോലീസും ഔദ്യോഗികമായി ഒരിടത്തും പറയാതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മാധ്യമ വാർത്തകളാണ്. എന്തായാലും ശരി തന്നെ ഇന്ന് പുറത്തു വന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അവിടെ മലമുറി, ആ പെരുമ്പാവൂർ മലമുറി ക്രെമറ്റോറിയത്തിൽ അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ അധികൃതരും തമ്മിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നതുപോലെ 5 മണിക്ക് ശേഷം മൃതശരീരം ദഹിപ്പിക്കേണ്ട ഒന്ന് ധാരണയിലെത്തിയിരുന്നപ്പോൾ അവിടുത്തെ കുറുപ്പമ്പടി SI സോണി മത്തായി, ഈ സോണി മത്തായിയുടെയും അവിടുത്തെ CI രാജേഷിൻ്റെയും നിർബന്ധപ്രകാരമാണ് 5 മണിക്ക് ശേഷം ഒരു മതാചാര പ്രകാരമുള്ള ചടങ്ങും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി മൃതശരീരം ദഹിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തിരുന്ന് അച്ഛൻ പാപ്പു കരഞ്ഞു പറയുകയായിരുന്നു, മകളുടെ ശരീരം പെട്ടെന്ന് ദഹിപ്പിക്കരുത്, ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ വേണമെന്ന് സ്വന്തം അച്ഛൻ പറയുമ്പോഴേക്കും അതിനെപ്പോലും ഓവർകം ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ധൈര്യം ആരാണ് ഇവർക്ക് നൽകിയത്? ശരി, അത്തരത്തിലുള്ള സംശയങ്ങൾ താങ്കൾ ഉന്നയിക്കുന്നു. നമുക്ക് കൂടുതൽ സംശയങ്ങളിലേക്ക് പോകാം. ശ്രീ VV രാജേഷ്, ശ്രീ NC മോഹനൻ, ഈ പറയുന്നതൊക്കെ ശരിയാണോ? അതായത് മാത്രമേ ശരി, തുടരാം രാജേഷ്. നമുക്ക് ഈ പറയുന്നത് പോലെ ആംബുലൻസ് ഡ്രൈവറെ ഇത്രയധികം തവണ എന്തിന് ആളുകൾ വിളിക്കണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി വിളിക്കണം? മൃതദേഹം സംസ്കരിക്കുന്ന കാര്യത്തിലെ തിടുക്കം അത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നാലും അങ്ങനെ ഒരു അനുമതി പോലീസ് കൊടുക്കാമായിരുന്നോ എന്ന സംശയം, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തിടുക്കം, ഇവയെ സംബന്ധിച്ച ദുരൂഹത മാറിയോ? ശ്രീ രാജേഷ് ചൂണ്ടിക്കാണിച്ച പ്രശ്നത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് തുടരെ ടെലഫോൺ ചെയ്യുന്നു, ഏറ്റവും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് നിർദ്ദേശിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ രാജേഷിന് ചെയ്യാവുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുൻപാകെ അതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്താൽ, ബന്ധപ്പെട്ട ആംബുലൻസ് ഡ്രൈവറാണെങ്കിലും ആംബുലൻസ് ഡ്രൈവർക്ക് ഇങ്ങനെ ഫോൺ വന്നു എന്ന് ശ്രീ രാജേഷിനെ ധരിപ്പിച്ചതാരാണെങ്കിലും അവരെയൊക്കെ ചോദ്യം ചെയ്യാവുന്നതും മൊഴിയെടുക്കാവുന്നതും ആവശ്യമെന്ന് കണ്ടാൽ കേസിൽ സാക്ഷിയാക്കി മാറ്റാവുന്നതുമാണ്. അത് രാജേഷിനും ആ നിയമം അറിയാവുന്ന ആളായതുകൊണ്ട് പിന്നെ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം രാജേഷ് പറഞ്ഞതിന് ഞാൻ സപ്പോർട്ട് ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ സംഭവമുണ്ടായ സന്ദർഭം മുതൽ അവിടെ പോലീസ് എത്തിയ സമയം മുതൽ മൃതദേഹം ദഹിപ്പിക്കുന്നത് വരെ ഉണ്ടായ ആ ഒരു സംഭവങ്ങൾ, അതിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ള കുറ്റകരമായ അനാസ്ഥ നിയമാനുസരണം കൈകാര്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണോ? അന്ന് അതിന് നേതൃത്വം നൽകിയ പോലീസ് ഓഫീസർമാർക്കെല്ലാം സ്ഥാനചലനമുണ്ടായി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് അന്ന് ഈ അലംഭാവം കാണിച്ചവരെന്ന് കണക്കാക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇതിനോടകം തന്നെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇനി അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും അന്വേഷണം അതിൻ്റെ പൂർണ്ണമായ നിലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വീകരിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ്. അതവർ സ്വീകരിക്കട്ടെ. ഒരു കാര്യം നമുക്ക് യാഥാർത്ഥ്യമാണ്, ഈ സംഭവം ഏറ്റവും ലാഘവത്തോടു കൂടിയാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്നത് യാഥാർത്ഥ്യമായി പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ നിൽക്കുന്നുണ്ട്. ശരി, തുടരുക. അഡ്വക്കേറ്റ് TB മിനി, 50 ദിവസത്തിന് ശേഷം പ്രതി പിടിയിലാകുമ്പോൾ പോലീസ് പറയുന്ന എല്ലാ കാര്യങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടതുണ്ടോ? ഇത്ര
സമീപസ്ഥനായ ഒരാൾ ഈ കൊലപാതകം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം അയാളിലേക്ക് എത്താൻ വേണ്ടി വന്നത് എന്നത് പരിശോധിച്ചാൽ അത് നമുക്ക് ആദ്യഘട്ടത്തിൽ പറ്റിയ കേവല വീഴ്ച എന്ന് മാത്രമായി തള്ളാനാകുമോ? ഇതിൽ അഭിലാഷ്, ഇന്ന് നമ്മൾ കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം ഇതിൻ്റെ ഒരു വിശ്വാസ്യതയെ സംബന്ധിച്ച് തന്നെയാണ്. ഈ പ്രതി തന്നെയാണോ? അതിന് പോലീസിന് ഒരു ന്യായീകരണം പോലീസ് കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ചോദിക്കാൻ നിങ്ങളാരും അതൊക്കെ ചോദിക്കാൻ, എനിക്ക് നാട്ടുകാരോടൊന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് സർക്കാരിനോടും കോടതിയോടും മാത്രം പറഞ്ഞാൽ മതി എന്ന് പോലീസുകാർക്ക് പറയാം. പക്ഷേ ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ചിട്ട് അവരുടെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉണ്ടായിട്ട് ഹൈക്കോടതി ഇടപെട്ടിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ നിയോഗിച്ചിട്ട് സർക്കാർ തന്നെ മാറിയിട്ട് ഇതൊരു വലിയ ഉത്തരവാദിത്വം ജനങ്ങളോട് കാണിക്കേണ്ട. ആ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ രാവിലെ സഖാവ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം ആദ്യം കാണുന്നു. അദ്ദേഹമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത വിവരം പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത്. അതിനുശേഷമാണ് 6 മണിയോടുകൂടിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം സന്ധ്യ മേഡം ഇത് അറസ്റ്റ് ചെയ്തു എന്ന കാര്യം മാത്രം പറയുന്നു. ഇന്നലെയൊക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പത്രസമ്മേളനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പത്രസമ്മേളനം നടത്തുകയോ പത്രക്കാരോട് പറയുകയോ ഒന്നും ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നും യഥാർത്ഥത്തിൽ പോലീസിനില്ല. പക്ഷേ ഈ കേസിൽ സർക്കാരിന് ആ ബാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സ്ത്രീകളടക്കം ഈ സൊസൈറ്റിയിലെ മുഴുവൻ ജനങ്ങളും എന്തുകൊണ്ട് ജിഷ കൊല ചെയ്യപ്പെട്ടു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അത് ഈ സൊസൈറ്റിയിലെ ജനങ്ങളുടെ ജീവിക്കാനായിട്ടുള്ളൊരു അവകാശവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കാരണം എപ്പോഴാണ് ഇത്തരം ആളുകൾ നമ്മളെ ആക്രമിക്കുക എന്നറിയില്ലല്ലോ. അതിനൊരു മുൻകരുതലെടുക്കണം. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നടപടി എന്നറിയണം. എന്തുകൊണ്ടാണ് മോട്ടീവ് എന്നറിയണം. ഇതൊക്കെ പ്രധാനമാണ്. ഇപ്പോൾ മോട്ടീവ് ഉണ്ടെന്ന് ചില പത്രക്കാർ പറയുന്നു, മോട്ടീവ് ഇല്ല എന്ന് ചില പത്രക്കാർ പറയുന്നു, പോലീസ് അത് പറഞ്ഞു എന്ന് പറഞ്ഞു, ഇതിനാണ് പോലീസ് ഇതിങ്ങനെ ഈ അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. പോലീസിൽ നിന്ന് തന്നെ ലീക്ക് ചെയ്ത് വരുന്ന വാർത്തകളാണ് പത്രക്കാർ പറയണത്. അതിന്റെ ആവശ്യം എന്തിനാ സർക്കാർ ഈ പോലീസ് കൊടുത്തത്? പോലീസ് യഥാർത്ഥ പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ആ ചോദ്യം താങ്കൾ ചോദിക്കുമ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ, അങ്ങനെ പോലീസ് ഒരു വാർത്താ സമ്മേളനം നടത്തി വിവരങ്ങൾ നൽകേണ്ട സാഹചര്യമുണ്ടോ? ഒന്ന്, തെളിവ് ശേഖരണം പൂർണ്ണമല്ല എന്ന് DGP തന്നെ പറയുന്നു. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. കൂടുതൽ സാക്ഷികളെ, ഈ ആമിയൂറിൻ്റെ സുഹൃത്തുക്കളോ അയാളുടെ പരിചയക്കാരോ ആയ കൂടുതൽ സാക്ഷികളെ ഇനിയും പോലീസിന് ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ പൂർണ്ണമായും ഇതിൻ്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ അന്വേഷണത്തിന് തന്നെ വിനയാകുന്ന ഒന്നല്ലേ? അതുകൊണ്ട് പോലീസ് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നതിനെ നമ്മൾ സംശയത്തിൻ്റെ മുനയിൽ നിർത്തേണ്ടതുണ്ടോ? സാധാരണഗതിയിൽ ഒരു കേസ് അന്വേഷണത്തിന്റെ പരിസമാപ്തിയോട് അടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പരിസമാപ്തിയാകുമെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിശദമായി മാധ്യമങ്ങളിലൂടെ തന്നെ ജനങ്ങളെ അത്തരം എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. ഇവിടെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഇനിയും കൂട്ടിച്ചേർക്കാത്ത കണ്ണികൾ ഉണ്ട് എന്ന് നമുക്കും വാർത്തകളിലൂടെയൊക്കെ ബോധ്യമാകുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ പോലീസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ CPM നേതാവ് പറയുന്നു, നേരത്തെ അന്വേഷിച്ച പോലീസുകാരെയൊക്കെ ഞങ്ങൾ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നപ്പോൾ കൈകാര്യം ചെയ്തു, ഇനി ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയാമെന്ന് മട്ടിൽ പറയുന്നു. നെഞ്ചിൽ കൈവച്ച് CPM നേതാവിന് പറയുവാൻ കഴിയുമോ, ഇന്ന് ഈ പ്രതിയെ പിടിച്ച് ഞാനും നമ്മൾ എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, അവരിൽ ആരെയും എനിക്ക് നേരിട്ട് അറിയാവുന്നവരല്ല, എങ്കിൽ പോലും കാണുകയും കേൾക്കുകയും ചെയ്ത കേരളത്തിലൊരു വ്യക്തി എന്നതിൽ ചോദിക്കട്ടെ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ശ്രമത്തിന്റെ രാവുകളെ പകലുകളാക്കി ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണല്ലോ ഇന്നത്തെ അന്വേഷണ സംഘത്തിന് ഇത് പിടിക്കാൻ കഴിഞ്ഞത്. ഈ DNA സാമ്പിളുകൾ ശേഖരിക്കുന്നത്, അതിൽ ഈ ചെരുപ്പ് കണ്ടുപിടിക്കുന്നത്, ആ കഥകിലെ ബ്ലഡ് കണ്ടുപിടിക്കുന്നത്, ജിഷയുടെ ശരീരത്തിലെ സ്രവം ഉമിനീര് കണ്ടുപിടിക്കുന്നത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തത്, അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്, എല്ലാ കാര്യങ്ങളും ചെയ്തത് ആദ്യത്തെ അന്വേഷണ സംഘമല്ലേ? ഈ അന്വേഷണ സംഘത്തിന് പുതുതായി ചെയ്യാൻ കഴിഞ്ഞത് ആ റിലയൻസിന്റെ കോൾ ലിസ്റ്റ് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ആദ്യ അന്വേഷണ സംഘം കണ്ടെത്തി വച്ചിരുന്ന ആ തെളിവുകളിലൂടെ മുന്നോട്ട് പോയി എന്നത് മാത്രമാണ് അവർ ചെയ്തത്. ഓർക്കുന്നില്ലേ, അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇത് ചെയ്തതെന്ന നിലയിൽ അന്ന് വാർത്ത പുറത്തു വന്നപ്പോൾ
അന്യസംസ്ഥാന തൊഴിലാളിയുടെ തലയിൽ കെട്ടിവെച്ച് പോലീസ് കൈ കഴുകാൻ ശ്രമിക്കുന്നു എന്ന് വാർത്ത വന്നു. ഒരുപാട് സമ്മർദ്ദങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്ന് കൊടുത്തു. അവരെങ്ങോട്ട് തിരിഞ്ഞാലും അവർ ചെരുപ്പ് വെച്ചപ്പോൾ അവരെ ആക്ഷേപിച്ചു. അവര് രേഖാചിത്രം തയ്യാറാക്കിയപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ, കേരള പോലീസിന് എന്താ ഇത്രയും രേഖാചിത്രം വരയ്ക്കലാണോ പണിയെന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും മറ്റു നേതാക്കന്മാരെ വെച്ച് ആരോപണങ്ങളും അങ്ങനെയൊക്കെ വന്നു. ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നു. ആ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ചു. മറ്റൊരു കാര്യം സൂചിപ്പിച്ചുവല്ലോ, എന്തുകൊണ്ട് പോലീസ് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മൃതദേഹം പെട്ടെന്ന് കത്തിച്ചു? കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് മരണപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയപ്പെടാതെ പോകുകയോ കൊലപാതകം സംബന്ധിച്ച് രൂപം കിട്ടാതെ വരികയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് 30 ദിവസം വരെ പോലീസ് അത് കാത്തുവെക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ മൃതദേഹത്തിൽ നിന്ന് കിട്ടി. പ്രതിയുടേതെന്ന് കാണിക്കാൻ പറ്റുന്ന DNA പ്രൊഫൈൽ കിട്ടി. അത്തരം ശാസ്ത്രീയമായ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് പിടിക്കാൻ കഴിഞ്ഞത്. ആ സാഹചര്യത്തിൽ അത്രയൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ മൃതദേഹം അഴുകുന്ന സാഹചര്യത്തിൽ അതിന്റെ അമ്മ അന്ന് തൊട്ട് ആശുപത്രിയിലായിരുന്നു. അവരോട് കൃത്യമായി അവരുടെ കാര്യങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കറിയാമെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കുവാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തുവാൻ വേണ്ടി ഉള്ള കാര്യമുണ്ട്. ഇത്തരം കേസുകളെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം എന്നുള്ളതാണ് ബിന്ദു കൃഷ്ണ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അത് ശരിയല്ലേ ശ്രീമതി TN സീമ? കാരണം ഈ അന്വേഷണ പ്രക്രിയ ഒരു തുടർച്ചയാണ്. പുതിയ അന്വേഷണ സംഘത്തിനാണ് പ്രതിയെ കണ്ടെത്താനായത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആദ്യത്തെ അന്വേഷണ സംഘം ഉണ്ടാക്കി വെച്ചിട്ടുള്ള അടിത്തറയിൽ നിന്നാണല്ലോ പിന്നീട് കേസ് മുന്നോട്ട് പോയത്. ഓരോ കേസിനെ സംബന്ധിച്ചും വ്യത്യസ്തമായിരിക്കും സാഹചര്യങ്ങൾ. പ്രതിയിലേക്ക് എത്താൻ ചിലപ്പോൾ 2 ദിവസം മതിയാകും, ചിലപ്പോൾ അത് 50 ദിവസമോ 60 ദിവസമോ ഒക്കെ ആകും. ഇതൊക്കെ ഒരു കുറ്റാന്വേഷണ പ്രക്രിയയുടെ ഭാഗമല്ലേ? അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് സ്കോപ്പുള്ള ഒരു വിഷയമായിരുന്നോ യഥാർത്ഥത്തിൽ ഇത്? ഈ അവകാശവാദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിനുള്ള ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. ഇപ്പോൾ ഈ ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണത്തിന്, പോലീസിന്റെ തെളിവ് ശേഖരിച്ച രീതിക്ക്, അത് ശരീരം ദഹിപ്പിച്ച് കളഞ്ഞ കാര്യത്തിൽ ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതാരാ? CPM മാത്രമാണോ പറഞ്ഞത്? ഈ കേരളത്തിലെ സമൂഹം ആകെ തന്നെ ഉയർത്തിയ ആശങ്ക എന്ന് പറയുന്നത്, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉയർത്തിയ ആശങ്ക എന്ന് പറയുന്നത്, കേരളത്തിൽ ആകെ ഉയർന്നു വന്ന ഒരു ആശങ്കയാണ് ആ ആദ്യ ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഒരു ഗൗരവം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായില്ല എന്നുള്ളത്. ജിഷയുടെ അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ പഴയ ഒരു അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വിഷമത്തിൽ കഴിയുന്ന അമ്മ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളൊരു ദളിത് കുടുംബമായതുകൊണ്ടും ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടും പോലീസ് ആ കൊലപാതകത്തിൽ ഗൗരവം കാണിച്ചില്ല, ഒരു പണക്കാരന്റെ വീട്ടിൽ നടന്നിരുന്നെങ്കിൽ ഇങ്ങനെയാകുമോ പ്രതികരിക്കുക എന്ന അമ്മ ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ദിവസങ്ങളിൽ, ആദ്യ ദിവസങ്ങളിൽ 4-5 ദിവസം കഴിഞ്ഞാണ് ജില്ലാ ഭരണകൂടം ഈ വാർത്ത അറിയുന്നത്. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രി അവിടെ വരുന്നത്. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയമല്ല കാണുന്നത്, മറിച്ച് ഞാനും ബിന്ദുകൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ, അഡ്വക്കേറ്റ് മിനി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടുള്ള നിയമങ്ങൾ നന്നായി കാര്യക്ഷമമായി നടപ്പാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ടിൽ പറയുന്നുണ്ട്, ഏത് പോലീസുകാരുടെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണോ ശരിയായ രീതിയിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ ആ പ്രൊസീജിയറിലായിട്ടുള്ള വീഴ്ച വരുന്നത്, അവർ അക്കൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ ഒരു വലിയ ക്രൂരമായ കൊലപാതകത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കാണിച്ച അശ്രദ്ധ, അതിന്റെ ഒരു ഗൗരവം ഇല്ലായ്മ ഇതിനിൽ ബാധിച്ചിട്ടുണ്ട്. ഒരാക്ഷേപവും ഞങ്ങൾക്കില്ല. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. ശ്രീ VV രാജേഷ്, ശരിയാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ അരികുവൽക്കരിക്കപ്പെട്ട ഒരു ദലിത് ജീവിതമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്ന അനാസ്ഥ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാകാം. അതിൽ എന്തു വേണം എന്നുള്ളത് പുതിയ സർക്കാർ വന്നപ്പോൾ തീരുമാനമായി. ആ ഉദ്യോഗസ്ഥരെ മാറ്റിയ കാര്യം ശ്രീ മോഹനൻ അല്പസമയം മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി. അത് നമ്മുടെ മുൻപിൽ ഉണ്ടല്ലോ. പക്ഷെ അതിനെ നമ്മൾ മറ്റു തരത്തിൽ കഥകൾ മെനയാൻ, നമ്മുടെ ഊഹാപോഹങ്ങൾ വികസിക്കാൻ ഉള്ള ഒരവസരമായി എടുക്കുന്നത് എന്തിനാണ്? പോലീസ് അന്വേഷണ സംവിധാനത്തിലൂടെ ഒരു പ്രതിയെ കണ്ടെത്തുന്നു. പോലീസ് പറയുന്നതെല്ലാം 100% ശരിയായിരിക്കും എന്നതല്ല, മറിച്ച് 100 കണക്കിന് ഊഹാപോഹങ്ങൾ. പ്രതി എന്നുള്ള ആൾ വളരെ സ്വാധീന ശേഷിയുള്ള ഒരാളായിരിക്കും. അയാൾക്ക് വേണ്ടി ഒരു കൊലപാതകം നടത്തുകയാണ് ഉണ്ടായത്, ഇയാൾ കൊന്ന ആൾ മാത്രമാണ്, കൊല്ലിച്ച ആൾ വേറെയുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഭാവനയെ മേയാൻ വിടേണ്ട സാഹചര്യമുണ്ടോ?
ഇവിടെ CPM ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ അവർകൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. ഞങ്ങൾക്ക് ആംബുലൻസ് ഡ്രൈവർക്ക് നിരവധി ഫോൺ കോളുകൾ വന്നതായി ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ട വിവരം 4-5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അന്വേഷണ സംഘത്തിലെ ശ്രീ ഉണ്ണിരാജയെ അദ്ദേഹത്തെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്, ഞാൻ പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു കഴിഞ്ഞു. ഇവിടെ ഒരു സംഭവം പറഞ്ഞത് പ്രൊസീജിയർ ഇറഗുലാരിറ്റി കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് DSP അനിൽ, CI KN രാജേഷ്, SI സോണി മത്തായി പോരാ. ഈ കേസിന്റെ തുടക്കത്തിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയാൽ പോരാ, അവരെ ചോദ്യം ചെയ്യണം. അവരെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു ഗ്രേവ് ഒഫൻസിൽ DGPയും പോയി, SPയും പോയി, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ല പോയാൽ പോരാ, അവരെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് അവരെ വിളിച്ചു വരുത്തി, DGPയോ ADGPയോ അവരെ വിളിച്ചു വരുത്തി കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടൊരു ഗ്രേവ് ഒഫൻസ് ആണ് ഈ വീഴ്ച വന്നു, ആരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടായിരുന്നോ എന്ന് മൊഴി രേഖപ്പെടുത്തി കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ട്. ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ സംശയമുണ്ട്. യഥാർത്ഥ പ്രതിയെ പിടിക്കുന്നതിൽ പോലീസ് കാണിച്ച ശുഷ്കാന്തി, ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത്, ഗൂഢാലോചന പാർട്ട് അന്വേഷിക്കുമ്പോഴേക്കും LDF ഗവൺമെന്റ് CPM ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് വഴങ്ങുന്നോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, കേരള മുഖ്യമന്ത്രിയായി ആഭ്യന്തരം ഏറ്റെടുത്തതിന് ശേഷമൊന്നുമല്ല ഇവിടെ മികച്ച പോലീസ് ആയിക്കൊള്ളട്ടെ. കഴിഞ്ഞ 24 മണിക്കൂറിൽ അങ്ങനെ കോൺഗ്രസ് CPIM അഡ്ജസ്റ്റ്മെന്റ് എന്ന് താങ്കൾക്ക് തോന്നാനുള്ള എന്ത് കാര്യമാണ് ഉണ്ടായത്? അതറിഞ്ഞാൽ കൊള്ളാം. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് ധൃതി പിടിച്ച് എന്തിനാണ് ഈ മൃതദേഹം ദഹിപ്പിച്ചത് എന്ന് ചോദിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദിച്ചത് ആദ്യത്തെ 15 ദിവസം എന്തുകൊണ്ട് ജിഷയുടെ വീട് സീൽ ചെയ്തില്ല, അതിനുശേഷമാണല്ലോ ജിഷയുടെ വീട് സീൽ ചെയ്തത് എന്ന് ചോദിച്ചത്. എന്താ ഇപ്പൊ ചോദിക്കുന്നില്ല? അല്ല, ആ വീഴ്ചകളൊക്കെ അംഗീകരിച്ചല്ലോ. ആ വീഴ്ചകളല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, തിരുത്തി പറഞ്ഞിട്ടില്ലല്ലോ രാജേഷ്. അതിനുശേഷം വന്ന അന്വേഷണ സംഘം ഒരു പ്രതിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ച മൃതശരീരം ദഹിപ്പിക്കുവാൻ വേണ്ടി കാണിച്ച ധൃതി, അതോടൊപ്പം തന്നെ വീട് സീൽ ചെയ്യാൻ വേണ്ടി 15 ദിവസത്തോളം താമസിച്ചത്, അതിനൊക്കെ തന്നെ വ്യക്തമായ മറുപടി പറയുവാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് പ്രതിയെ പിടിച്ചതിന് ശേഷം പ്രതിയുടെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിൽ അന്വേഷണ സംഘം അപാകത വരുത്തുന്നു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. ശരി, 15 ദിവസമില്ല, 5 ദിവസം തുടരുക. ശ്രീ NC മോഹനൻ, അങ്ങനെ ഈ പ്രതിക്ക് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് താങ്കൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോ? ആ നാട്ടിലെ ജനങ്ങൾക്ക്, താങ്കൾ ബന്ധപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ? അഭിലാഷേ, ഈ കാര്യത്തിൽ ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞത് നേരത്തെ അന്വേഷിച്ച ടീമിൻ്റെ അന്വേഷണത്തിൽ നിന്ന് എന്ത് പുതിയ കാര്യമാണ് പുതിയ അന്വേഷണ സംഘം നിർവഹിച്ചത് എന്നതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു ജിസ്റ്റ്. അതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, പോലീസിൻ്റെ ഭാഷ്യം തന്നെ നമ്മൾ മുഖവിലക്കെടുത്താൽ ഈ സംഭവം നടന്ന അന്ന്, സംഭവത്തിന് ശേഷം ഈ പ്രതി അയാൾ താമസിച്ചിരുന്ന സ്ഥലത്തെല്ലാം പോയി. അതിനുശേഷം അയാൾ നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അയാൾ പിറ്റേന്ന് ഗോഹട്ടി എക്സ്പ്രസ്സിൽ കയറി ആസാമിൽ പോയി. അവിടെ നിന്ന് പിന്നീട് തമിഴ്നാട്ടിൽ വന്നു. അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ഈ സ്റ്റോറി മുഴുവനുണ്ടല്ലോ. ഇയാൾ താമസിച്ചിരുന്നു എന്ന് പറയുന്ന സ്ഥലം, കെട്ടിടം, ഇയാൾ മാത്രമല്ല ആസാമിൽ നിന്ന് വന്നിട്ടുള്ള വേറെ ഓരോ സഹോദരന്മാരുണ്ട്. 200 മീറ്റർ ചുറ്റളവിലാണ്. അപ്പോൾ അയൽ സംസ്ഥാനക്കാരെ കുറിച്ചുള്ള അന്വേഷണം അന്നേ തുടങ്ങിയിരുന്നു എന്നുള്ള ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ വാദം നമുക്ക് അംഗീകരിക്കാനാകണമെങ്കിൽ 200 മീറ്റർ ചുറ്റളവിലുള്ള ആസാമിൽ നിന്നുള്ള തൊഴിലാളികൾ താമസിച്ചിരുന്ന ആ കേന്ദ്രത്തിൽ ഒരു അന്വേഷണം ഒന്നും നടത്തിക്കൂടായിരുന്നോ? നടത്തിയില്ലല്ലോ. പോലീസ് അവിടെ ചെന്നില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഈ ഇപ്പോഴത്തെ പ്രതിയുടെ കൂടെ താമസിച്ചിരുന്ന ആളുകളെ ചോദ്യം ചെയ്തില്ലല്ലോ. അവിടെ അവരെ ആ ക്യാമ്പിലെത്തിച്ച ലേബർ കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി അന്വേഷിച്ചിട്ടില്ലല്ലോ. അവിടെ നിന്ന് ഒപ്പം താമസിച്ചിരുന്ന ആളുകളെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് ഈ സംഭവം ഉണ്ടായതിന് ശേഷം
അബ്സ്കോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവർ ആരാണോ എന്ന് കണ്ടെത്താൻ അന്നത്തെ അന്വേഷണ സംഘത്തിന് വല്ല പ്രയാസം ഉണ്ടായിരുന്നു? ഇല്ല. അത് മാത്രമല്ല ശ്രീ NC മോഹനൻ, അങ്ങനെയാണെങ്കിൽ ഈ പോലീസിന്റെ കഥ എന്ന് ഞാൻ പറയുന്നില്ല, മാധ്യമങ്ങളിൽ വരുന്നതനുസരിച്ചാണ് എങ്കിൽ ഇയാൾ മുൻപും ജിഷയെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ചില കുറ്റകൃത്യങ്ങളിൽ, വിശേഷിച്ച് ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ട്. ജിഷ കൊല്ലപ്പെട്ട അന്ന് മുതൽ ഇയാളെ കാണുന്നുമില്ല. യെസ്, എന്നിട്ട് 50 ദിവസമായില്ലേ അയാളിലേക്ക് എത്താൻ? അതിപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്തിരുന്ന പോലീസിന്റെ മാത്രം കുഴപ്പമാണോ? അപ്പോൾ ഇയാൾ തന്നെയാണോ കുറ്റവാളി എന്ന് ആളുകൾക്ക് സംശയം തോന്നും. സർക്കാരിന്റെ കാലത്തിരുന്ന പോലീസിന്റെ മാത്രം കുറ്റമാണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല അഭിലാഷ്. പ്രശ്നം അതല്ല. പ്രാഥമികമായി ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസിൽ നിന്ന് സമാഹരിക്കപ്പെടേണ്ട പ്രാഥമിക തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പൊതുബോധം സാമൂഹ്യ പ്രവർത്തകരെ ആകെ നയിക്കേണ്ടതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞ ആ ഭാഗത്തെ ഒന്ന് പരാമർശിച്ചത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആ കാര്യത്തിനൊരു മറുപടി ആവശ്യമുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജിഷയുടെ വീടിന് സമീപത്തുള്ള വൈദ്യശാല പടിയിലെ അന്യസംസ്ഥാന തൊഴിലാളികളായ ആളുകളിൽ ഈ സംഭവ ദിവസത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പോയ ആളുകൾ, നാട്ടിലേക്ക് മടങ്ങിയ ആളുകൾ ആരൊക്കെ എന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇയാളിലേക്ക് എത്താമായിരുന്നു. എന്ന് മാത്രമല്ല, ഇയാളുടെ മൊബൈൽ ഫോൺ ഈ സംഭവം നടന്ന ദിവസം മുതൽ ഓഫാണ്. ആ സിം കാർഡ് അയാൾ മാറ്റിയിരുന്നു. അതും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് എത്തിപ്പെടാൻ സാധിക്കുമായിരുന്ന ഒരു ലിങ്കാണ്. എന്ന് മാത്രമല്ല, ഇയാളെക്കുറിച്ച് ആ സമീപത്തുള്ള ആളുകൾക്കൊക്കെ ആക്ഷേപമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കഥകൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അയാൾ ലൈംഗിക വൈകൃതം പ്രദർശിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് തല്ലുവാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും സൂചിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ, ഈ സ്വഭാവ വിശേഷമുള്ള ഒരാൾ ഈ പെൺകുട്ടി കൊല്ലപ്പെട്ട അന്ന് മുതൽ കാണാനില്ലെങ്കിൽ, അയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ വളരെ അനായാസമല്ലേ അദ്ദേഹത്തിലേക്ക് എത്താൻ? പക്ഷെ അതിന് 50 ദിവസം വേണ്ടി വന്നു എന്നുള്ളതിൻ്റെ സൂചന എന്താണ്? ശ്രീ അഭിലാഷ്, നമ്മുടെ എല്ലാം ഓർമ്മകൾ ആ ഏപ്രിൽ 28-ന് സംഭവം നടക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകമാനം ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ച് പ്രചരിക്കുന്നു. അതിനുശേഷം 5-മത്തെയോ 6-മത്തെയോ ദിവസം മാധ്യമങ്ങളിൽ വരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയ സമയം മുതൽ കേൾക്കുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത്, ജിഷയുടെ അമ്മ പറയുന്നു, അവിടുത്തെ ജനപ്രതിനിധികളടക്കം, ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവിടുത്തെ ജനപ്രതിനിധികളടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു, മറ്റൊരു സാബുവിന്റെ പേര് പറയുന്നു, പരിസരവാസികളൊക്കെ തന്നെ പറയുന്നു അവിടെ തൊട്ടടുത്തുള്ള ആളായിരിക്കും ചെയ്തതെന്ന് മറ്റുള്ള മൊഴികൾ പൂർണ്ണമായും വരുന്നു. അമ്മയ്ക്കാണെങ്കിൽ മാനസികമായി കാര്യമായി പറയാൻ പറ്റാത്ത ആഘാതത്തിൽ മനംനൊന്ന് നിൽക്കുന്ന സാഹചര്യം വിശദീകരിക്കാൻ പറ്റുന്നില്ല. പോലീസ് പലവരും ചോദ്യം ചെയ്തു. അപ്പൊ ആദ്യം പോയി അന്യസംസ്ഥാന തൊഴിലാളികളെ പിടിക്കണോ? ഇതിന്റെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിനോട് ദിവസം എടുക്കേണ്ട ഒരു കാര്യമേ അല്ല ശ്രീമതി ബിന്ദു കൃഷ്ണ. ഈ ശാസ്ത്രീയമായ തെളിവ് ശേഖരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തോടെയും ഇൻക്വസ്റ്റോടെയും കഴിഞ്ഞു. അത് 1-മത്തെ ദിവസം വരെ അവസാനിച്ചു. അതിനുശേഷമുള്ള ദിവസങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, 1-മത്തെ ദിവസം കൊണ്ട് അവസാനിക്കുന്ന പ്രശ്നമല്ല അത്. പോസ്റ്റ്മോർട്ടത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പോലീസ് ഇന്ന് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ അന്യസംസ്ഥാന തൊഴിലാളിയിലേക്ക് ഇതേ സമയം തന്നെ പോലീസ് എത്തുന്നുണ്ടായിരുന്നു. അത് എത്തിയപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ അടക്കം അന്നത്തെ കാലത്ത് നമ്മളൊക്കെ ചർച്ചകളിൽ പങ്കെടുത്തതാ. അന്ന് എന്തായിരുന്നു വേർഷൻ? നമ്മുടെയൊക്കെ ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വേർഷൻ എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ 28-ാം തീയതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി. റിലയൻസിന്റെ കമ്പനിയുടെ മാത്രം കോൾ ലിസ്റ്റ് സമയത്ത് കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടി. പിന്നെ ഫോൺ ഓൺ ചെയ്യുന്നത് മെയ് മാസം 29-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ അന്വേഷണ സംഘത്തിന്റെ പിടിപ്പുകേടായിരുന്നു എങ്കിൽ ഈ അന്വേഷണ സംഘം 27-ാം തീയതി ഫോം ചെയ്തുവല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രതി 28-നോ 29-നോ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. 29-ാം തീയതി ഫോൺ പ്രതി ഓൺ ചെയ്തതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളെ മുഴുവൻ പേരെയും വിളിച്ചു വരുത്തിയും അവരുടെ സ്ഥലങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും പക്ഷേ ഇത്ര കാലതാമസം എന്തേ എന്നുള്ളതാണ് സ്വാഭാവികമായി ഉയരുന്ന ഒരു സംശയം. തുടരുക. അഡ്വക്കേറ്റ് TB മിനി, 27 ലക്ഷം ടെലിഫോൺ കോൾ സിഗ്നലുകൾ പരിശോധിച്ചു. ആ കോളുകൾ ആരൊക്കെ എങ്ങോട്ടൊക്കെ വിളിച്ചു എന്ന് പോലീസ് മനസ്സിലാക്കി. ഈ ചെരുപ്പ് ഒരു പ്രദർശന വസ്തുവാക്കി. എന്തിന്? പല്ലിൽ വിടവുള്ള ആളെ കണ്ടെത്താൻ മാങ്ങ ഘടിപ്പിച്ചു വരെയുള്ള തെളിവെടുപ്പ് നടന്നു. ഇങ്ങനെ കാടിളക്കിയുള്ള ഒരു പരിശോധനയുടെ ഘട്ടത്തിൽ കേവലം 250 മീറ്റർ അകലത്തിൽ താമസിച്ച, മുൻപ് ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചിട്ടുള്ള, കൊല്ലപ്പെട്ട അന്ന് മുതൽ മിസ്സിംഗ് ആയിട്ടുള്ള, മൊബൈൽ ഫോൺ ഓഫാക്കപ്പെട്ടിട്ടുള്ള ഒരാളിലേക്ക് എത്തിയില്ല എന്നുള്ളതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അഭിലാഷ്, അങ്ങനെയൊന്നും നമ്മൾ ആ കാര്യങ്ങൾ കാണേണ്ട കാര്യമില്ല. ഇതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആകെയുള്ളൊരു വിഷയം, ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതിയെ പിടിക്കണം. ആ പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം. അത് ഒരാളായാലും 2 പേരാണെങ്കിലും
അതിന് പുറകിൽ നിന്ന് ഇനി പ്രവർത്തിച്ച ആളുകളുണ്ടെങ്കിൽ അവരെയും പിടിക്കണം. അതല്ല ഒരു സൈക്കിക്കായിട്ടുള്ള ഈ പറഞ്ഞ കറ്റാത്തൈമിക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും പറയേണ്ടത് നമ്മളല്ല. ഇത് പറയേണ്ടത് കേരള സൊസൈറ്റിക്ക് വിശ്വസനീയമായ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ടത് പോലീസിന് വേണമെങ്കിൽ പറയാം, പക്ഷേ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ആ നിലയിൽ ഞങ്ങളടക്കം ഇടതുപക്ഷത്ത് നിൽക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകളോട് ഒരു ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. അത് കൃത്യമായി അത് നിർവഹിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം ഞാനിനി ഈ സ്റ്റേജിൽ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ തെളിവുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ഉന്നയിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഇനിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൽ വൈരുദ്ധ്യം വന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും. അതൊക്കെ പ്രതിക്ക് അനുകൂലമായി മാറും. അതുകൊണ്ട് പ്രതി ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇനി അതിൻ്റെ തെളിവുകളെ സംബന്ധിച്ചുള്ള കോൺട്രഡിക്ഷൻസ് നമ്മൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യുന്നത് പ്രതിക്ക് അനുകൂലമായി മാറും. പക്ഷെ നമുക്കറിയേണ്ട കാര്യം ഇത് തന്നെയാണോ പ്രതി എന്നുള്ളതാണ്. ആ സംശയം കൃത്യമായി കേരളത്തിൽ നിലനിൽക്കേണ്ടത്, അത് കൃത്യമായും മാറ്റേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ശ്രീമതി TN സീമ, അങ്ങനെ പൊതുസമൂഹത്തിനൊരു സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെ DNA സാമ്പിൾ തെളിവുണ്ട് എന്ന് പോലീസ് അവകാശപ്പെടുന്നു. ബാക്കിയൊക്കെ മാധ്യമങ്ങളിൽ വരുന്ന കഥകളാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം ആവശ്യമാണോ? തീർച്ചയായിട്ടും ഇത്രയും കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള, ഇത്രയും ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസിനെ സംബന്ധിച്ച്, അതിൻ്റെ പ്രതിയെ സംബന്ധിച്ച് ഒക്കെ തന്നെ അറിയാനുള്ള അവകാശം സമൂഹത്തിനുണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു കേസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ അതിൻ്റെ പരിശോധനയുടെ, അതിൻ്റെ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തുവാനുള്ള ഒരു സാവകാശം പോലീസിന് വേണമായിരുന്നു. ഇപ്പോൾ പോലീസ് അതിൻ്റെ ഒരു ഉറപ്പായിട്ടുള്ള കാര്യം, അതായത് ഉറച്ച തെളിവുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ ഓരോ ഘട്ടത്തിലും പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്നൊരു കാര്യമല്ല. മറിച്ച് ഈ പോലീസ് ഇത്തരം നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കൊണ്ടുവരികയും അവിടെ പോലീസിന് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകളും, ഈ പ്രതിയെ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ തെളിവുകളും പോലീസ് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഇതിപ്പോൾ താമസിച്ചു പോയി ഇതുവരെ, കാരണം ഇന്നലെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത്, അതിന്റെ അറസ്റ്റ് നടന്നു, ഇന്ന് കോടതിയിൽ ഹാജരാക്കി. അപ്പൊ അതുകൊണ്ട് സമൂഹത്തെ പുകമറയിൽ നിർത്തി അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിൽ നിർത്തി പോലീസ് ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് കോടതിയുടെ മുന്നിൽ, നീതിന്യായ സംവിധാനത്തിന്റെ മുന്നിൽ ഈ പ്രതിയെ ഹാജരാക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം സർക്കാർ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള പ്രസ്താവനയുമായിട്ട് വരും, ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുകയും ചെയ്യും. ഒരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞു ഈ ഘട്ടത്തിൽ സർക്കാർ അല്ലെങ്കിൽ CPM-ഉം അതുപോലെ കോൺഗ്രസുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. കൃത്യമായ അത് ആരോപണം ഉന്നയിക്കേണ്ട സമയത്ത്, ആശങ്ക ഉയർത്തേണ്ട സമയത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉയർത്തിയ കാര്യം തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു. ആ പോലീസ് തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, വേണ്ടത്ര വേഗതയിൽ ഈ കാര്യങ്ങൾ നടക്കാതെ വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ, അതിന്റെ ഉന്നയിക്കേണ്ട ഘട്ടത്തിലൊക്കെ തന്നെ ഉത്തരവാദിത്തോടുകൂടി ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ അധികാരത്തിൽ വന്ന സമയത്ത് ഇതിനെ വളരെ ഫലപ്രദമായിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണത്തിനുള്ള മുഴുവൻ പിന്തുണയും നൽകിയത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ഈ വളരെ തരം താഴ്ന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ഉയർത്താതിരിക്കുന്നതാണ് ഈ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം. ശ്രീ VV രാജേഷ്, രാഷ്ട്രീയ ആരോപണം ഉയർത്തുന്ന വിഷയത്തിൽ മാത്രമല്ല, നിശ്ചയമായും ഈ കേസ് തെളിയിക്കേണ്ട ബാധ്യത, പ്രതിയെ ശിക്ഷിക്കേണ്ട ബാധ്യത പോലീസിനും ഭരണകൂടത്തിനുമുണ്ട്. നമ്മൾ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി അക്കാര്യം നിരീക്ഷിക്കുകയും വേണം. പക്ഷേ ഒരു തരത്തിലുള്ള കഥകൾ, പ്രത്യേകിച്ച് ഈ ജിഷയുടെ കുടുംബാംഗങ്ങളെയൊക്കെ അപകീർത്തിപ്പെടുത്തുകയോ സ്വഭാവഹത്യ ചെയ്യുകയോ ചെയ്യുന്ന തരത്തിൽ വരെ വരുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുക? അത്തരം ആരോപണങ്ങളെയൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വളരാൻ അനുവദിക്കുന്നത് ശരിയല്ലല്ലോ. ആർക്കും എന്തും പറയാം എന്നുള്ള നില വരുന്നത് ശരിയല്ലല്ലോ. അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ എങ്ങനെ ഈ കേസ് അന്വേഷണം പുരോഗമിക്കുന്നു? പോലീസിൻ്റെ തെളിവുകൾ 100% ഫുൾ പ്രൂഫാണോ? അത് കാത്തിരിക്കുകയല്ലേ വേണ്ടത്? അഭിലാഷ്,
ബഹുമാനപ്പെട്ട ഡോക്ടർ ടി.എൻ. സീമ പറഞ്ഞ പ്രസ്താവനയിൽ നിന്നും പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസ് എന്നുള്ള പദം ഈ ചർച്ചയിൽ ഒരിടത്തും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. CPM കോൺഗ്രസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് എന്നുള്ള വാക്ക് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ചർച്ച പരിശോധിക്കാം. ഞാൻ പറഞ്ഞത് LDF ഈ ഗവൺമെൻറ് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് വഴങ്ങുന്നു എന്നുള്ളതാണ്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് കോൺസ്പിറസി പാർട്ട് ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടാകാം. ഞാൻ കോൺഗ്രസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് ഡോക്ടർ ടി.എൻ. സീമയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചർച്ചകൾ വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള നേതാക്കന്മാർ മറുപടി പറയണം, ബാലിശമായിട്ട് സംസാരിക്കരുതെന്നാണ് എനിക്ക് തിരിച്ചു പറയുവാനുള്ളത്. ഞാനിവിടെ ആവശ്യപ്പെട്ടത് ധൃതി പിടിച്ച് മൃതശരീരം ദഹിപ്പിച്ചു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി സംസ്ഥാനം ഭരിക്കുമ്പോഴേക്കും അദ്ദേഹം ആ ആരോപണത്തിന് മറുപടി പറയണം. അതുകൂടി കണ്ടെത്തണം. അതുകൂടി പോലീസിനെ കൊണ്ട് കണ്ടെത്തിക്കുമ്പോഴാണ് അവർ ഉന്നയിച്ച ആരോപണത്തിൻ്റെ വസ്തുത വെളിയിൽ വരുന്നത്. എന്തേ ധൃതി പിടിച്ച് മൃതശരീരം ദഹിപ്പിച്ചു, അതിൻ്റെ കാരണം ഇപ്പോൾ പോലീസ് പറയുന്നില്ല. അത് പോലീസ് പറയണം. വീട് സീലി വയ്ക്കുവാൻ താമസിച്ചതിനെ കുറിച്ചുള്ള കാരണം ഇപ്പോഴും പോലീസ് പറയണം. കോടിയേരിക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സംശയം ഇപ്പോഴും പ്രകടിപ്പിക്കണ്ടേ? അത് പ്രകടിപ്പിക്കുന്നില്ല. അത് പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കത് ഉന്നയിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നതെന്ന് കരുതി ഞങ്ങളുടെ സംശയം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി അടിച്ചമർത്ത രാഷ്ട്രീയമൊന്നും ഇവിടെ നടക്കുകയില്ല. മറ്റൊരു കാര്യം, ജിഷയെ സ്വഭാവഹത്യ ചെയ്യുവാൻ, വ്യക്തിഹത്യ ചെയ്യുവാൻ വേണ്ടി പല ശ്രമവും നടത്തിയിരുന്നു. ഞാൻ അന്വേഷിച്ചു. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും ആ കുട്ടിക്കില്ല. മാത്രവുമല്ല, ആ കുട്ടി കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വാങ്ങിയതിന് ശേഷം ഒരു വർഷത്തിനിടയ്ക്ക് 96 ടെലിഫോൺ മാത്രമാണ്, 96 കോളുകൾ മാത്രമാണ് ആ ഫോണിൽ നിന്നും ആ ഫോണിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ കൂടുതലും ജിഷയുടെ അമ്മയെ പല വീടുകളിൽ നിന്നും ജോലിക്ക് വിളിച്ചുകൊണ്ടുള്ള ഫോൺ കോളുകളാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ, ഈ സംഭവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജിഷയെ സ്വഭാവഹത്യ ചെയ്യുവാൻ വേണ്ടി മറ്റൊരു സംഘം ശ്രമിച്ചിരുന്നു എന്ന് നമ്മൾ ഊഹിക്കേണ്ടിയിരിക്കുന്നു. ആരായിരുന്നു ആ സംഘം? ഈ അന്യസംസ്ഥാന തൊഴിലാളിക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുവാൻ ആരുമില്ലായിരുന്നല്ലോ. അപ്പോൾ സമ്മർദ്ദം ചെലുത്തപ്പെട്ടിരുന്നുവെങ്കിൽ ആരായിരുന്നു സമ്മർദ്ദം ചെലുത്തിയത്? അതൊക്കെയാണ് താങ്കളുടെ സംശയങ്ങൾ. ഈ സ്വഭാവഹത്യയൊക്കെ ആളുകളുടെ ഒരു മനോവൈകൃതത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതുമാകാം. ഇതിനൊരു ഗൂഢാലോചനാവാദം കൂടി ഉണ്ടോ? ഒരു കോൺസ്പിറസി ആംഗിൾ ഈ കേസിൽ പ്രസക്തമാണോ താങ്കളുടെ കാഴ്ചപ്പാട്? അഭിലാഷ്, ഒറ്റ കാര്യമുള്ളൂ. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് FIR ഇട്ടതിന് ശേഷം, പ്രതിയെല്ലാം കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ നിയമാനുസരണം കോടതിയിൽ ഹാജരാക്കണം. ആ പ്രോസസ്സ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. വീണ്ടും തുടരന്വേഷണത്തിന് വേണ്ടി പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കണം. കോടതിയിൽ ഹർജി കൊടുത്ത്, കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്ത് കസ്റ്റഡിയിൽ മേടിക്കണം. കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിൻ്റെ പ്രോസസ്സ് ഇനിയും തുടരും. അപ്പോൾ നമുക്ക് കോൺസ്പിറസി ആണോ, ഇയാൾ ഒറ്റയ്ക്കാണോ ചെയ്തത്, ഇനി ഫർദർ എവിഡൻസ് എന്തൊക്കെയാണ് അഡ്യൂസ് ചെയ്യാനുള്ളത്, ഈ കാര്യങ്ങൾ മുഴുവൻ കേസന്വേഷണത്തിൻ്റെ തുടർച്ചയായി ചാർജ് ഷീറ്റ് കൊടുക്കുന്ന നിമിഷം വരെ ഇതിൻ്റെ അന്വേഷണ പ്രക്രിയ തുടരും. എല്ലാ വശവും അന്വേഷിക്കപ്പെടും. നമ്മൾ ധരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ധരിച്ചു വശായി പോകുന്നത് പോലെ, പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതോടുകൂടി അന്വേഷണ പ്രക്രിയ അവസാനിച്ചു. ആരോടും ഒരു കാര്യവും വെളിപ്പെടുത്തുന്നില്ല. എങ്ങനെ വെളിപ്പെടുത്താനാകും? പോലീസിന് അന്വേഷണം അതേ ഗൗരവത്തിൽ അതിൻ്റെ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകണം. ദൃക്സാക്ഷികളില്ലാത്ത കേസാണോ? സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമാണ് കേസന്വേഷണത്തിൽ അവലംബിക്കാനാവുന്നത്. ഈ തെളിവുകൾ ഓരോ ഘട്ടത്തിലും പോലീസ് ഇങ്ങനെ ബ്രീഫ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും അന്വേഷണത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം? അതുകൊണ്ട് പോലീസ് പാലിക്കുന്ന ആത്മസംയമനം അവർ പാലിക്കട്ടെ. കേസന്വേഷണം ശരിയായ ദിശയിലാണോ പോകുന്നത്? നമുക്ക് കാത്തിരിക്കാം. ഒരു നാട് മുഴുവൻ രാപ്പകൽ ഉറക്കമിളച്ചിരുന്ന് സമരം നടത്തിയാണോ അന്വേഷണത്തെ ശരിയായ ദിശയിലേക്ക് നയിച്ചത്? നമുക്ക് അതിന്റെ രാഷ്ട്രീയ ഇനി അതിന്റെ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും ആർക്കാണ് ക്രെഡിറ്റ് എന്നതിലേക്കും പോകുന്നില്ല. വളരെ നന്ദി ശ്രീ NC മോഹനൻ, ശ്രീമതി TB മിനി, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീമതി TN സീമ, ശ്രീ VV രാജേഷ്.